നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹൂതികളുടെ അഴിഞ്ഞാട്ടത്തിന് ജനുവരി 20 തീർപ്പ് കൽപ്പിക്കും. അവർക്കുള്ള ഡെത്ത് വാറന്റിൽ ട്രംപ് ഒപ്പുവെക്കാൻ പോകുന്നുവെന്ന് വൈറ്റ് ഹൌസിൽ നിന്ന് വിവരങ്ങൾ പുറത്തേക്ക്. അമേരിക്കൻ കപ്പലുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ച് ഹൂതികൾ സമുദ്രാധിപത്യം തങ്ങൾക്കെന്ന് പോർ വിളിക്കുന്നു. ഇറാൻ ഇതിന് പച്ചക്കൊടി വീശുന്നു. റഷ്യ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നു. അമേരിക്കൻ പടക്കപ്പൽ എബ്രഹാം ലിങ്കൺ മുക്കാനുള്ള തീക്കളി കളിക്കുകയാണ് ഇപ്പോൾ ഹൂതികൾ. തലവേദനയായി നിൽക്കുന്ന ഹൂതികളെ കാലപുരിക്കയക്കണമെന്ന് ട്രംപിന് നെതന്യാഹുവിന്റെ ഫോൺ കോൾ. വൈറ്റ് ഹൌസിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങളും പുറത്തുവിടുന്നത്. കപ്പലുകൾ ആക്രമിക്കുന്നതിൽ നിന്ന് ഹൂതികളെ തടയാൻ യുഎസിന് കഴിയുന്നില്ല എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഇത് അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ ക്ഷീണമാകുകയാണ്. ഹൂതി വെല്ലുവിളിക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് മറ്റ് രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെടുകയാണ്. അവരുടെ കപ്പലുകളും ആക്രമിച്ച് ഹൂതികൾ വെല്ലുവിളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഈ ഗ്രൂപ്പിന്റെ തലയറുക്കേണ്ട സമയം അടുത്തിരിക്കുന്നു എന്ന് അമേരിക്കയ്ക്കും ബോധ്യപ്പെടുന്നു. ബൈഡൻ കാണിച്ച വലിയ പിഴവ് അത് നികത്തേണ്ട ബാധ്യത ട്രംപിനുണ്ട്. ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഭീകരരെ പിന്തുണച്ച് ചെങ്കടൽ വളഞ്ഞ ഹൂതികളെ അന്നേ തീർക്കണമായിരുന്നു. എന്നാൽ ബൈഡൻ അവരെ വിട്ടുവെച്ചു. ഇതോടെ US തങ്ങളെ ഭയക്കുന്നുവെന്ന് ഹൂതികൾ പ്രചരിപ്പിച്ചു. അപ്പോഴും ബൈഡൻ മൗനം പാലിച്ചു. ചെങ്കടലിൽ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വ്യാപാര കപ്പലുകൾ ആക്രമിച്ച് തുടരെ ഹൂതികൾ വെല്ലുവിളി നടത്തി. അപ്പോഴും ബൈഡൻ മൗനം പാലിച്ചു. ചെങ്കടലിൽ അവരെ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടാൻ വിട്ടത് ബൈഡൻ ഭരണകൂടമാണ്. ഇപ്പോൾ തൊടാൻ പോലും ആകാത്ത രീതിയിൽ ഹൂതികൾ കടലിൽ കെണിയൊരുക്കി ഇരിക്കുകയാണ്. ഹൂതികളെ നേരിടുന്നതിൽ ബൈഡൻ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. ഹൂതികളുടെ നിരന്തരമായ ആക്രമണങ്ങൾ തടയാൻ അമേരിക്കൻ സൈന്യം ഒരു പാശ്ചാത്യ നാവിക സഖ്യത്തെ നയിച്ചെങ്കിലും ഒരു വർഷത്തെ ഈ തീവ്രമായ പോരാട്ടം ഹൂതികൾ ഉയർത്തുന്ന ഭീഷണി അവസാനിപ്പിക്കുന്നതിലേക്ക് അമേരിക്കയെ അടുപ്പിച്ചില്ലെന്നാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ ഉന്നതർ ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉദ്ധരിച്ച് ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. $20,000 വിലയുള്ള ഡ്രോണുകൾ, ഭവനങ്ങളിൽ നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ, സോവിയറ്റ് കാലഘട്ടത്തിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ച് ഹൂതികൾ നടത്തുന്ന ആക്രമണം അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനത്തിനേറ്റ വലിയ പ്രഹരമായാണ് മാധ്യമങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നത്. ഹൂതികളുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും അതിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നുമാണ് മുൻ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് വോട്ടൽ പറയുന്നത്. ഹൂതികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനായി ശ്രമിക്കുന്നതിനും ലോഞ്ച് സൈറ്റുകൾ, പ്രൊഡക്ഷൻ സൈറ്റുകൾ, സ്റ്റോറേജ് സൈറ്റുകൾ, കമാൻഡ് കൺട്രോൾ സൈറ്റുകൾ എന്നിവയ്ക്ക് പിന്നാലെ പോകുന്നതിനും മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഹൂതികളെ തടയാൻ പര്യാപ്തമല്ലെന്നും വോട്ടൽ തുറന്നടിച്ചിട്ടുണ്ട്. ഹൂതികൾക്കെതിരെ അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ വിന്യസിക്കുമ്പോൾ പസഫിക്കിൽ ചൈനയെ വെല്ലുവിളിക്കുന്നതുൾപ്പെടെ പെന്റഗണിന്റെ മറ്റ് ആഗോള മുൻഗണനകൾക്ക് കുറവുണ്ടാകുമെന്ന കാര്യവും ജനറൽ വോട്ടൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് ഓഫ് വാർ പ്രൊജക്ടിന്റെ സമീപകാല റിപ്പോർട്ടിൽ ഹൂതി വിരുദ്ധ ക്യാമ്പയിനായി കഴിഞ്ഞ വർഷം മാത്രം അമേരിക്ക $2.5 ബില്യൺ ചെലവഴിച്ചതായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹൂതികളുടെ ഡ്രോണുകളെ വീഴ്ത്താൻ അമേരിക്ക തൊടുത്തുവിട്ട മിസൈലുകൾ ദശലക്ഷത്തിലധികമാണെന്നും ഒരു മിസൈൽ വിദഗ്ധൻ എന്ന നിലയിൽ ഹൂതികളുടെ വർദ്ധിച്ചുവരുന്ന മിസൈൽ കഴിവുകളിൽ താൻ ഞെട്ടിപ്പോയിരുന്നുവെന്നും ഈ മാസം ആദ്യം ഒരു പ്രതിരോധ ഫോറത്തിൽ അമേരിക്കൻ അക്വിസിഷൻ ആൻഡ് സസ്റ്റൈൻമെന്റ് അണ്ടർ സെക്രട്ടറി ബിൽ ലാപ്ലാന്റും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഹൂതികൾക്കിനിയും അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ഒരു വർഷമായി യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൂതികൾ ചെങ്കടലിലെ ഇസ്രയേലി ലിങ്ക്ഡ് വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടെ ഭാഗികമായി തടഞ്ഞ അവസ്ഥയിലാണുള്ളത്. പാശ്ചാത്യ യുദ്ധക്കപ്പൽ വിന്യാസങ്ങളും
ഹൂതികൾക്കെതിരായ ആക്രമണവും യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെയും അമേരിക്കൻ സഖ്യകക്ഷികളുടെയും സൈനിക ശക്തിയെയാണ് താഴ്ത്തിക്കെട്ടിയിരിക്കുന്നത്. ഹൂതികളുടെ ശക്തി ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നത് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ നിർണായകമായ സൈനിക ശ്രമത്തേക്കാൾ വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് എന്നാണ് അമേരിക്കൻ എന്റർപ്രൈസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂയോർക്കിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റായ ബ്രയാൻ കാർട്ടറും പറയുന്നത്. ഹൂതികളുടെ പ്രഹരം അമേരിക്കയുടെ ശക്തിയിലും വിദേശത്തുള്ള സൈനിക പ്രശസ്തിയിലും ഉണ്ടാക്കിയ ഡാമേജ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുൻ ജനറൽമാർ മാത്രമല്ല നിരവധി മാധ്യമ പ്രവർത്തകരും രംഗത്ത് വന്നത് ജോ ബൈഡൻ ഭരണകൂടത്തിന് വലിയ ക്ഷീണമായിട്ടുണ്ട്. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ വെസ്റ്റ് പോയിന്റ് മിലിറ്ററി അക്കാദമിയുടെ കോംബാറ്റിംഗ് ടെററിസം സെന്റർ ജേണലിന്റെ ഒരു ലേഖനത്തിൽ ഈ വർഷം ആദ്യം ചെങ്കടൽ ഓപ്പറേഷനുകൾക്കിടയിൽ ഹൂതി മിസൈലുകൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളായ ഒരു സൂപ്പർ കാരിയറിനും മിസൈൽ ഡിസ്ട്രോയറിനുമെതിരെ പതിച്ചതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തെയും ഞെട്ടിച്ച സംഭവമാണ്. എബ്രഹാം ലിങ്കൺ ഹൂതികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ അമേരിക്കയുടെ അഭിമാനമാണ്. അതിനെ ഇപ്പോൾ മുക്കാനുള്ള ശ്രമങ്ങളാണ് ഹൂതികൾ നടത്തുന്നത്. നിരവധി യുദ്ധക്കപ്പലുകളും ഡ്രോണുകളും അറ്റാക്ക് ഹെലികോപ്റ്ററുകളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും സുരക്ഷ ഒരുക്കിയിട്ടും എബ്രഹാം ലിങ്കന്റെ സമീപത്ത് ഹൂതികളുടെ മിസൈൽ പതിച്ചത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഹൂതികളുടെ മിസൈലിന്റെയും ഡ്രോൺ ശേഷിയുടെയും വർദ്ധിച്ചു വരുന്ന ശക്തി ഇസ്രയേലിനും വ്യക്തമായി അറിയാം. വലിയ വിമാന മാതൃകയിലുള്ള ഡ്രോണുകളും പലസ്തീൻ 2 എന്ന് വിളിക്കുന്ന ഒരു പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും ഹൂതികളുടെ ആവനാഴിയിലെ പ്രധാന വജ്രായുധങ്ങളാണ്. അമേരിക്കയുടെ പരമ്പരാഗത അന്താരാഷ്ട്ര എതിരാളികളിൽ ഹൂതികളും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇറാൻ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് അലി ലാരിജാനി ഹൂതികളുടെ വികാരങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടൊരു പ്രസംഗം നടത്തിയിരുന്നു. ഹൂതികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും തുടർന്നും എല്ലാ സഹായവും നൽകുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യയും ഇതിനൊപ്പം ചേർന്ന് ഹൂതികളെ മുൻനിർത്തി പുതിയ പോർമുന തുറക്കാൻ ശ്രമിക്കുകയാണ്. വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യ ഹൂതികൾക്ക് നൽകുമെന്ന ആശങ്ക അമേരിക്കയ്ക്കും ഉണ്ട്. റഷ്യൻ ആയുധങ്ങൾ ഹൂതികൾക്ക് ലഭിച്ചാൽ ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പലുകൾ ചാരമാക്കാൻ ഹൂതികൾ ഇറങ്ങിത്തിരിക്കും. ഇതോടുകൂടി ഏറ്റവും വലിയ ഭീഷണി അത് ഹിസ്ബുള്ളയോ ഹമാസോ അല്ല, ഹൂതികളാണ് എന്ന് അമേരിക്കയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഡെത്ത് വാറന്റിലായിരിക്കും ട്രംപ് ആദ്യം സൈൻ ചെയ്യുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.